പരമ്പരാഗതമായിട്ടുള്ള യുദ്ധരീതികളൊക്കെ മാറിയിരിക്കുകയാണ്. യുദ്ധം കരയും കടലും ഒക്കെ കടന്ന് സ്പേസിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ത്യ പുതുതായിട്ട് വിന്യസിച്ചിരിക്കുന്ന, അതായത് ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉപഗ്രഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പം വളരെ സജീവമായിട്ട് രൂപം കൊള്ളുകയാണ്. ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനി അസിസ്റ്റ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ശത്രു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു ഉപഗ്രഹം അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് ഈ ഉപഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത? ഗൗതം പറഞ്ഞതുപോലെ യുദ്ധത്തിന്റെ സ്വഭാവം ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലം കൊണ്ട് അപ്പാടെ മാറിയിരിക്കുകയാണ്. അത് പഴയ കാലത്തെ തോക്കും ടാങ്കുമായിട്ടൊക്കെ പോകുന്ന പട്ടാളക്കാരൊക്കെ ഒന്നും ഇനിയിപ്പോൾ വലിയ റോളൊന്നുമില്ല. ഇപ്പോ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും അധികം സ്പേസ് ആയുധങ്ങൾ കൊണ്ട് നിറയുകയാണ്. അവിടെ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെ തകർത്ത് പിന്നെ ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെയും അതുപോലെ സർവെയിലൻസ്, റെക്കോണിസൻസ്, ഇന്റലിജൻസ് സംവിധാനങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക. ഈ കഴിഞ്ഞ ദിവസം ISROയുടെ വിക്ഷേപണങ്ങളിൽ വന്ന പരാജയത്തെ തുടർന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ദോവാൾ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തി എന്നുള്ളത് തന്നെ ഇന്നത്തെ സ്പേസ് യുദ്ധങ്ങളിലേക്ക് സ്റ്റാർ വാഴ്സ് എന്ന് പണ്ട് നമ്മൾ പറയുമ്പം അത് നക്ഷത്ര യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അത് ഏതാണ്ട് ഹോളിവുഡ് സിനിമയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇന്ന് നടക്കുന്നത് സ്റ്റാർ വാഴ്സ് ആണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ കൃത്യമായിട്ട് സ്റ്റാർ വാർ പോലുള്ള സംഭവങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിലായിരിക്കും യഥാർത്ഥത്തിൽ ഇന്നൊവേഷൻസും ഈ മേഖലയിൽ, അതായത് സ്പേസിന്റെ ആധിപത്യം ആർക്കുണ്ടോ അവരായിരിക്കും യുദ്ധങ്ങളിൽ വിജയിക്കുക. ഇന്ത്യയുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ 50ഓളം ഉപഗ്രഹങ്ങൾ ഇന്ന് സ്പേസിലുണ്ട്, പല ഓർബിറ്റുകളിലായിട്ട്. ലോ എർത്ത് സിങ്ക്രോണസ് ഓർബിറ്റിലും സൺ സിങ്ക്രോണസ് ഓർബിറ്റിലുമായിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഇവയെ തകർക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തണമെങ്കിൽ ഈ ബഹിരാകാശത്ത് എന്തു നടക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യാൻ ചില ചാരക്കണ്ണുകൾ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ചാരക്കണ്ണുകൾ ISRO അത് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കുറച്ചു നാൾ മുമ്പ് നമ്മൾ വാർത്ത വായിച്ചു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടുള്ള അസിസ്റ്റ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഒരു ടെക്നോളജി വിജയകരമായിട്ട് പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഈ പ്രതിരോധ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ ഒരു കുതിച്ചുചാട്ടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇനി ISROയ്ക്കും HALക്കും ഒക്കെ പരമ്പരാഗതമായിട്ടുള്ള ഈ ബ്യൂറോക്രസിയും ബാബു ഡം എന്ന് പറയുന്നതും റെഡ് ടേപ്പ് ചുവപ്പ് നാടകൾക്കും ഒന്നും സ്ഥാനമില്ല. സർക്കാർ കാര്യം മുറ പോലല്ലേ. ഇനി നമ്മുടെ പിന്നെ സ്പേസിനെ നമ്മുടെ പ്രതിരോധ മേഖലയിലും ഒക്കെ ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികളാണ്. ഈ വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ അസിസ്റ്റ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അവരുടെ ഒരു ഉപഗ്രഹം കൈവരിച്ചത്. ഈ ഉപഗ്രഹം യഥാർത്ഥത്തിൽ 2023 വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ്. ആ 2023 വിക്ഷേപിച്ച ഉപഗ്രഹം ഈ കഴിഞ്ഞ ദിവസം അത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ISSന്റെ 15 ഫോട്ടോകളും വീഡിയോകളും വിജയകരമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് എടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പോൾ ഇന്നലെ ഒരു പരീക്ഷണം, ഇന്നലെ ആണോ പിന്നെ 2 ദിവസമായിട്ടുണ്ടാവാം. ആ പരീക്ഷണം എന്ന് പറയുന്നത് ഈ ഉപഗ്രഹത്തിന്റെ, ഈ അസിസ്റ്റ സാറ്റലൈറ്റ്, അവരുടെ അസിസ്റ്റ സ്പേസ് ഇൻഡസ്ട്രീസിന്റെ ഉപഗ്രഹത്തിന്റെ 2 സ്കില്ലുകളാണ് ഇന്നലെ പരീക്ഷിക്കപ്പെട്ടത്. ഒന്ന്, ഉപഗ്രഹത്തിന്റെ സെൻസർ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നാണ്. 2, ഇൻഡിജിനസ് ട്രാക്കിംഗ് ആൽഗരിതം. അതായത് ഈ സെൻസറുകളാണ് ഈ ശത്രുവിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മിത്രമാണെങ്കിലും ഉപഗ്രഹങ്ങൾ ഇതിന്റെ അടുത്തെത്തുമ്പോൾ അതിനെ മനസ്സിലാക്കുകയും അത് ഈ ഇൻഡിജിനസ് ട്രാക്കിംഗ് ആൽഗരിതം വെച്ച് ആ ഉപഗ്രഹത്തിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ടാണ് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉപഗ്രഹം ഇന്ത്യയുടെ ഒരു ഉപഗ്രഹത്തിന്റെ സമീപത്തേക്ക് എത്തുകയാണെങ്കിൽ ഈ ട്രാക്കിംഗ് ഉപഗ്രഹം അതിന്റെ കണ്ണുകൾ ചുറ്റുപാടും ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത്തരം നിരവധി ട്രാക്കിംഗ് ഉപഗ്രഹങ്ങൾ ഇനി നമ്മൾ വിക്ഷേപിക്കേണ്ടി വരും. അപ്പം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിനെ ഏതെങ്കിലും
റോക്ക് തെമ്മാടി സാറ്റലൈറ്റ് അതിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ നമ്മുടെ പിന്നെ കൺട്രോൾ റൂമിലേക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ ട്രാക്കിംഗ് സാറ്റലൈറ്റ് എത്തിക്കുകയും ഒന്നുകിൽ നമ്മുടെ പിന്നെ സാറ്റലൈറ്റിനെ അവർ പെട്ടെന്ന് അതിൻ്റെ ഇൻക്ലിനേഷൻ മാറ്റും, അതിൻ്റെ ഓർബിറ്റിൽ ചില ചേഞ്ചസ് നമുക്ക് വരുത്താം. അതുമല്ലെങ്കിൽ ഈ ട്രാക്കിംഗ് ആൻഡ് സർവൈലൻസ് സാറ്റലൈറ്റ് അത് നേരിട്ട് ചെന്നിട്ട് ഈ തകർക്കാൻ വരുന്ന സാറ്റലൈറ്റിനെ ഇടിച്ചു തകർക്കും. അല്ലെങ്കിൽ ഇതിൽ മറ്റു രീതിയിലുള്ള ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ ട്രാക്കിംഗ് ആൻഡ് ഇന്റലിജൻസ് സർവൈലൻസ് ട്രാക്കിംഗ് സാറ്റലൈറ്റുകളിൽ മിസൈൽ വരെ ഘടിപ്പിക്കാം. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നൊരു മിസൈൽ പോയിട്ട്, നമ്മുടെ ആന്റി സാറ്റലൈറ്റ് മിസൈൽ പോയിട്ട് നമ്മുടെ ശത്രു, നമ്മുടെ ഉപഗ്രഹത്തിന് നേരെ വരുന്ന നമ്മുടെ ശത്രുവിൻ്റെ ഉപഗ്രഹത്തെ നമുക്ക് തകർക്കാം. അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നിലവിൽ വരുന്നത്. ശൂന്യാകാശം ഇത് യുദ്ധക്കളമാവാൻ പോവുകയാണ്, ഇനി ബഹിരാകാശത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സമാധാന പ്രേമികൾ ചിലപ്പോൾ ചാടി വീണെന്നിരിക്കുക. ഒരു കാര്യവുമില്ല. ഇതൊക്കെ നടക്കും. വരും ദിവസങ്ങളിൽ യുദ്ധം ഭൂമിയിലുമല്ല ആകാശത്തിലിരിക്കുന്നവർക്ക് സമാധാനമില്ല. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം ഇല്ല, ആകാശത്തിലിരിക്കുന്നവർക്കും സമാധാനം ഇല്ലാത്ത കാലമാണ് വരാൻ പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സ്പേസിന്റെ സിറ്റുവേഷണൽ അവയർനെസ് അല്ലെങ്കിൽ ഓർബിറ്റൽ മോണിറ്ററിങ്, ഈ ഒരു 2 ഘടകങ്ങൾ ഇനി വരും കാലങ്ങളിൽ വലിയ പ്രസക്തിയുള്ള വിഷയങ്ങളാണ്. അതായത് എന്താണ് ആകാശത്തിൽ നടക്കുന്നത്, ശൂന്യാകാശത്തിൽ നടക്കുന്നത്, അതിനെ മോണിറ്റർ ചെയ്യുക. ഇത് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഉപഗ്രഹം ഉപയോഗിച്ച് തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ എന്താ ഇതിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇലോൺ മസ്കിന്റെ ഉപഗ്രഹങ്ങളെ തകർക്കാനായിട്ട് ചൈന വലിയ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഇലോൺ മസ്കിന് 6000, 7000, 20,000 25,000-ഓളം സാറ്റലൈറ്റുകൾ ഇപ്പോൾ തന്നെ ബഹിരാകാശത്തുണ്ട്. അതിൽ ചൈനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഓർബിറ്റുകളിലുള്ള ഏതാണ്ട് 6000, 7000 ഉപഗ്രഹങ്ങളെ ചൈന ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ തകർക്കാനുള്ള സംവിധാനം ചൈന വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ഇറാനിൽ ഈ പ്രക്ഷോഭം നടക്കുകയാണ്. ഇറാനിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ, ഖമൈനി ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെ ഇന്റർനെറ്റ് കട്ട് ചെയ്തു ഖമൈനി ഭരണകൂടം. പക്ഷേ ഈ ഉപഗ്രഹ ഇന്റർനെറ്റ് വഴി ഈ കലാപകാരികൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവിടുത്തെ ഈ ഇലോൺ മസ്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇലോൺ മസ്കിന്റെ അത്തരം പ്രവർത്തികൾ ഭാവിയിൽ ഇന്ത്യയിലും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ മസ്കിന്റെ സാറ്റലൈറ്റിനെ എങ്ങനെ തകർക്കണമെന്ന് ഇപ്പോഴേ ചൈന ഒരു ബ്ലൂ പ്രിന്റ് അതിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരും കാലങ്ങളിൽ ഇന്ത്യക്കും ഇത്തരം ബ്ലൂ പ്രിന്റുകളും ആക്ഷൻ പ്ലാനുകളും ഒക്കെ നമുക്ക് തയ്യാറാക്കേണ്ടി വരും. അങ്ങനെ തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ നിരവധി ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഉപഗ്രഹങ്ങൾ, അതായത് ഓർബിറ്റൽ മോണിറ്ററിങ്ങിന് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഉപഗ്രഹങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു തുടക്കം എന്തായാലും ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നുണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ്. കാരണം നമുക്കറിയാം, ISROയിലെയൊക്കെ ബാബുമാര്, ബ്യൂറോക്രാറ്റുകൾ, ടെക്നോക്രാറ്റുകളും ഒക്കെ തന്നെ ഒരുപാട് താല്പര്യങ്ങളുള്ള ആൾക്കാരാണ്. ആ താല്പര്യങ്ങളുള്ള ആൾക്കാരുടെ കൈവശം നിന്നും അവർക്കൊരു വെല്ലുവിളി ഉയർത്താൻ മറ്റൊരു സംവിധാനവും കൂടെ ആവശ്യമാണ്. ഞാൻ പൊതുമേഖലയിലുള്ള ISRO വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ മിടുക്കന്മാരായ യുവാക്കൾ, ശാസ്ത്രജ്ഞന്മാരുടെ സ്റ്റാർട്ടപ്പുകൾ, ഇതൊക്കെ കൂടെ വന്നിട്ട് ഈ മേഖലയിൽ ഇന്ത്യക്ക് ഒരു വളരെ റോബസ്റ്റ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം ശൂന്യാകാശത്ത് നിലവിൽ വരണം. അങ്ങനെ നിലവിൽ വരാനുള്ള ഒരു വിജയകരമായ പരീക്ഷണം ഈ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു എന്നുള്ളത് അത് വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ പറയും. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പുതിയ വാർ ഡോക്ട്രൈൻ, യുദ്ധതന്ത്രത്തിൽ ഈ ബഹിരാകാശം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാകണമെന്ന് ശരിക്കും പറഞ്ഞാൽ, ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇന്ത്യക്ക് ഒരു സ്പേസ്, ഇന്ത്യൻ മിലിറ്ററിക്ക് ഇപ്പോൾ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഇപ്പൊ ഇതിന്റെ ആർമിയുടെ ഭാഗമായിട്ട് റോക്കറ്റ് ഫോഴ്സ് വരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ സ്പേസ് ഫോഴ്സ് എന്ന ഒരു പ്രത്യേക ഫോഴ്സ് നിലവിൽ വരണം. അതിൽ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മിടുക്കന്മാരായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള ആൾക്കാരുമുള്ള, ടെക്നോക്രാറ്റ്സുമുള്ള ഒരു ഇന്ത്യൻ സ്പേസ് ഫോഴ്സ് നിലവിൽ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വരുംകാല യുദ്ധങ്ങൾ, ഇനി തൊട്ട് യുദ്ധം ജയിക്കുന്നത് പട്ടാളമോ കരസേനയോ അതുപോലെ നേവിയോ ഒന്നും അല്ല. ഈ പറയുന്ന ഇൻഫർമേഷൻ വാർഫെയർ നടത്തുന്ന ആൾക്കാരായിരിക്കും. അവരുടെ കീ ഇൻപുട്ടുകളായിരിക്കും ഇനി യുദ്ധത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുക എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. വരും കാലങ്ങളിലേക്ക് ഈ ഒരു
ഇത്തരം ഒരു കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും നമ്മുടെ യുദ്ധ തന്ത്രങ്ങൾക്ക് പൊളിച്ചെഴുത്തൊരാവശ്യമാണ്. വരും ദിവസങ്ങളിൽ ഇത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകും. സ്വകാര്യ മേഖല ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഒരുപക്ഷെ അവസാനിക്കാറായിരിക്കും. എന്തായാലും ഞാൻ ഇതിൻ്റെ പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം. താങ്ക് യു.